ഇല്ലാത്ത വായ്പയുടെ പേരിൽ ബാങ്ക് നിക്ഷേപം പിടിച്ചെടുത്തെന്ന് ആരോപണം കോണത്തുകുന്ന് കനറ ബാങ്ക് ശാഖയ്ക്കെതിരെ. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്ക് വെടിവെക്കാൻ നടപടികൾ തുടരുന്നു. വിദഗ്ധ സംഘം രാവിലെ നടത്തിയ ശ്രമം വിജയം കണ്ടില്ല. അരിയുമായി പോകുകയായിരുന്ന വാഹനത്തിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. അപകടം വടക്കൻ പറവൂർ ലേബർ കവലയ്ക്ക് സമീപം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കോണത്തുകുന്നിൽ ഇല്ലാത്ത വായ്പയുടെ പേരിൽ ബാങ്ക് നിക്ഷേപം പിടിച്ചെടുത്തെന്ന് ആരോപണം. കോണത്തുകുന്നിൽ പ്രവർത്തിക്കുന്ന കനറ ബാങ്കിൽ 2001 മുതൽ പണം നിക്ഷേപിച്ച അപ്പാട്ട് കൃഷ്ണന്റെ മകൻ കുട്ടനാണ് തട്ടിപ്പ് നടന്നെന്ന് കാണിച്ച് പരാതി നൽകിയത്. എടുക്കാത്ത വായ്പയുടെ പേരിൽ നിക്ഷേപം പിടിച്ചെടുത്തതായി ആരോപണം. ഇരിങ്ങാലക്കുട കോണത്തുകുന്നിൽ പ്രവർത്തിക്കുന്ന കനറ ബാങ്കിൽ 2001 മുതൽ പണം നിക്ഷേപിച്ച അപ്പാട്ട് കൃഷ്ണന്റെ മകൻ കുട്ടനാണ് തട്ടിപ്പ് നടന്നെന്ന് കാണിച്ച് പത്രസമ്മേളനം നടത്തിയത്. 13.95 ലക്ഷം 5 തവണയായി നിക്ഷേപിച്ചു. പ്രവാസിയായ കുട്ടൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പണം നഷ്ടമായ കാര്യം അറിയുന്നത്. നിക്ഷേപങ്ങളിൽ 2 രേഖകളുള്ളൂവെന്നും ബാക്കി 3 പണം വായ്പയിലേക്ക് ബാങ്ക് തന്നെ തിരിച്ചടച്ചുവെന്നുമാണ് ബാങ്കിന്റെ വാദം. എന്നാൽ താൻ ഇതുവരെ യാതൊരു വായ്പയും എടുത്തിട്ടില്ലെന്നാണ് കുട്ടൻ പറയുന്നത്. എറണാകുളത്ത് KR വിനോദ് വഴി നമ്മുടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് 5 മാസം കഴിഞ്ഞപ്പോൾ വിനോദ് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ മസ്കറ്റിലായിരുന്നു. എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ അറിയാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് കോംപ്രമൈസ് ആയി എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കോംപ്രമൈസ് ആയിട്ടുമില്ല, ഞാൻ ഗൾഫിലാണുള്ളത് എന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിൽ ഞാൻ വന്ന് വിനോദിനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞ് കോണത്തുകുന്ന് കനറ ബാങ്കിൽ പോയി ഈ റാണി ഗോപിനാഥനെ കണ്ട് സംസാരിച്ചു ഞാൻ. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് വിഡ്രോ ആയി, കോംപ്രമൈസ് ആയി. എങ്ങനെ കോംപ്രമൈസ് ആയി എന്ന് വെച്ചു. അല്ല, അത് നിങ്ങൾ ലോൺ എടുത്തു. അപ്പോഴാണ് പറയുന്നത് ലോണിൻ്റെ കാര്യം. ഞാൻ നിങ്ങൾ ലോൺ എടുത്ത് അതിലേക്ക് ഫുൾ പൈസ ലോണിലേക്ക് അടച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ലോൺ എടുത്തിട്ടില്ലല്ലോ, ഞാൻ എടുക്കണ്ടെങ്കിൽ എൻ്റെ പൈസ നിങ്ങൾ ലോണിലേക്ക് ചെയ്യുക. ഒറിജിനൽ പേപ്പർ എൻ്റെ കയ്യിലിരിക്കുന്നു, ഡോക്യുമെൻറ്റ്സ് ഫുൾ എൻ്റെ കയ്യിലിരിക്കുക, പിന്നെ എങ്ങനെ എനിക്ക് ലോൺ തരും നിങ്ങൾ? അപ്പോൾ ഈ റാണി പറഞ്ഞ വർത്താനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് മേടിക്കാതെ ലോൺ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട, അത് കോടതിയെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കിപ്പോൾ 13,95,000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഇപ്പോൾ 23 വർഷത്തെ ഇൻട്രസ്റ്റ് അടക്കി എനിക്കൊരു 96 ലക്ഷം രൂപയോളം കനറ ബാങ്ക് എനിക്ക് തരണം. ഹൈക്കോടതിയിൽ നിന്ന് കേസിനെ പറ്റി ഹൈക്കോടതിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട ജില്ലാ കോർട്ടിൽ വന്നിട്ടുണ്ട്. ജില്ലാ കോർട്ടിൽ നിന്ന് അവർ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ട് കനറ ബാങ്കിന് എതിരെയായിട്ട്. അത് മിക്കവാറും ഇന്നലെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു ലെറ്റർ അവർ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള മറുപടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ലെറ്റർ കൂടി കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പോഴത്തെ ഇത്. പല തവണകളായി പണം കിട്ടാൻ വേണ്ടി വിവിധ ബ്രാഞ്ചുകളിലേക്ക് ചെന്നപ്പോൾ വിവരങ്ങൾ ഒന്നും അറിയില്ല, രേഖകളില്ല എന്നൊക്കെയുള്ള മറുപടികളാണ് ലഭിച്ചത്. വിവരാവകാശം വെച്ച് രേഖകൾ കൈപ്പറ്റി ഇരിങ്ങാലക്കുട പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. 3 വർഷമായി ഇതിൻ്റെ പിന്നാലെയാണ് അപ്പാട്ട് കുട്ടൻ. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇരിങ്ങാലക്കുട പോലീസിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. കമ്പ്യൂട്ടർവൽക്കരണം നടത്താത്ത കാലത്താണ് നിക്ഷേപം എന്നതിനാൽ കൂടുതൽ രേഖകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും അതും പോലീസിന് കൈമാറുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്ക് വെടിവെക്കാൻ നടപടികൾ തുടരുകയാണ്. വിദഗ്ധ സംഘം രാവിലെ നടത്തിയ ശ്രമം വിജയം കണ്ടില്ല. ആനയുടെ മസ്തകത്തിലേത് വെടിയേറ്റ മുറിവല്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സക്രിയയും സംഘവും മുറിവേറ്റ കാട്ടാനയ്ക്കരികിൽ എത്തിയെങ്കിലും ആന ചതുപ്പിൽ നിലയുറപ്പിച്ചതിനാൽ വെടിവെക്കാനായില്ല. ആനയെ അടുത്ത തോട്ടത്തിലേക്ക് മാറ്റാനായി പടക്കം പൊട്ടിച്ചതോടെ പരിഭ്രമിച്ച കാട്ടാന കാടു കയറുകയായിരുന്നു. ആന കാടിറങ്ങാതെ വെടിവെക്കാനാവില്ല. 4 മണിയോടെ ഇരുട്ട് പരക്കുമെന്നതിനാൽ ദൗത്യം പരമാവധി 4:30 വരെയേ സാധ്യമാകൂ എന്ന് DFO ലക്ഷ്മി പറഞ്ഞു. മയക്ക് വെടിവെച്ച് പിടികൂടി ചികിത്സ നൽകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മയക്ക് വെടിവെക്കുക പ്രായോഗികമല്ല. ആന പ്ലാന്റേഷന് സമീപത്തേക്ക് നീങ്ങുകയാണെങ്കിൽ മാത്രമേ മയക്ക് വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കുങ്കിയാനകളുടെ ആവശ്യമില്ലെന്നും ആവശ്യമെങ്കിൽ കുങ്കിയാനകളെ എത്തിക്കുമെന്നും DFO വ്യക്തമാക്കി. മീഡിയ ടൈം, ചാലക്കുടി. അരിയുമായി പോകുകയായിരുന്ന വാഹനത്തിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. വടക്കൻ പറവൂർ ലേബർ കവലയ്ക്ക് സമീപത്ത് ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം.
എറണാകുളം പുക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് അരിയുമായി പോകുകയായിരുന്ന വാഹനത്തിലാണ് തീപിടിച്ചത്. വടക്കൻ പറവൂർ ലേബർ കവലയ്ക്ക് സമീപത്ത് ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. വാഹനത്തിന്റെ ടയർ യാത്രക്കിടെ കത്തുകയായിരുന്നു. തുടർന്ന് ടയർ മുഴുവനായും കത്തിയമർന്നു. ഈ സമയം സമീപത്തുകൂടെ വന്ന മറ്റൊരു യാത്രികൻ തീപിടിച്ചത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾക്ക് പരിക്കില്ല. പകുതിയിലേറെ അരിയുടെ ബാഗുകൾ കത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. മീഡിയ ടൈം പറവൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ മൺചട്ടിയിൽ പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി വിതരണോദ്ഘാടനം നടന്നു. മാള കൃഷിഭവനിൽ നടന്ന ചടങ്ങ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അണക്കത്തി പറമ്പിൽ പ്രേമാനന്ദ് എന്ന കർഷകന് വളവും മണ്ണും നിറച്ച ചട്ടിയും തൈകളും നൽകിക്കൊണ്ട് ആദ്യ വിതരണം നടന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗുണഭോക്തൃ വിഹിതം അടച്ചിട്ടുള്ള കർഷകർക്ക് മാള ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ മൺചട്ടിയും തൈകളും വിതരണം ചെയ്തു. പൊയ്യ എ.കെ.എം. ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. കോഴിക്കോട് രൂപത മെത്രാൻ ഫാദർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാലം അദ്ദേഹം ഈ സ്കൂളിൽ പഠിപ്പിച്ച് സമരവീ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പണികൾ ഇറങ്ങുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ചാരിതാർത്ഥ്യം ഉണ്ടായിരിക്കും. അനേകം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് അറിവെത്തിച്ചു കൊടുത്ത് അവരെ ഈ രാജ്യത്തിന് വലിയ പൗരന്മാരാക്കി തീർക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് വലിയ കാര്യമാണ്. ഇനിയും സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് അദ്ദേഹം ഷൈൻ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഇപ്പോഴത്തെ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. നമുക്കിവിടെ പല രാഷ്ട്രീയക്കാരുമുണ്ട്. ഡേവിഡ് മാസ്റ്ററുണ്ട്, നമ്മുടെ പാർലമെന്റ് മെമ്പർ ബെന്നി ബഹനാനുണ്ട്, അതുപോലെ മറ്റു പലരൊക്കെ ശ്രീമതി രാഷ്ട്രീയക്കാരാണ്. അപ്പം അതുപോലെ വലിയൊരു രാഷ്ട്രീയക്കാരനായിട്ട് ബെന്നി മാഷ് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബെന്നി ബഹനാൻ MP മുഖ്യ അതിഥിയായിരുന്നു. പ്രശസ്ത സിനിമ, മിമിക്രി, കഥാപ്രസംഗം ആർട്ടിസ്റ്റ് വിനോദ് കടാമംഗലം വിശിഷ്ടാതിഥിയായി. സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ അമ്പൂക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം P.K. ഡേവിസ്, പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T.K. കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സാബു കൈതാരൻ, റീന സേവ്യർ, PTA പ്രസിഡന്റുമാരായ P.S. ഷിബു, P.G. ജെസി, വെള്ളാംഗ്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി C.A. ബെന്നി എന്നിവർ സംസാരിച്ചു. അണ്ണല്ലൂർ മണലി ഭഗവതി ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവം ആഘോഷിച്ചു. ദീപാരാധന, സാമൂഹ്യാരാധന, ദണ്ഡ്, മുത്തപ്പന് നിവേദ്യം, തുടർന്ന് പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ചാന്താരൂപത ബിഷപ്പ് അഫ്രേം നരിക്കുളം കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രസിഡന്റ് ഷാജു കുന്നത്തോടി നിർമ്മിച്ചു നൽകുന്ന ചാരിറ്റബിൾ ഹൗസിന്റെ താക്കോൽദാനം ബിഷപ്പ് നിർവഹിച്ചു. 23-ന് വൈകിട്ട് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നടക്കും. ജനുവരി 27 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. 25-ന് അമ്പെഴുന്നള്ളിപ്പ്, വാദ്യമേള മത്സരങ്ങൾ എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 26 ഞായറാഴ്ച തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻചോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, അമ്പെഴുന്നള്ളിപ്പ്, സമാപനം എന്നിവ നടക്കും.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും AKSTU സ്ഥാപക നേതാവുമായ എടത്താട്ടിൽ മാധവൻ മാസ്റ്ററുടെ നിര്യാണത്തോടനുബന്ധിച്ച് CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു. CPI മാള മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, ജോസ് ജോർജ് നെല്ലിശ്ശേരി, KC വർഗീസ്, ബിനിൽ പ്രതാപ്, നസീർ നമ്പൂരിമഠത്തിൽ, ക്ലിഫി കളപ്പറമ്പത്ത്, AKSTU ജില്ലാ പ്രസിഡന്റ് OR ചിത്ര, TN വേണു, VM വത്സൻ എന്നിവർ അനുസ്മരണം നടത്തി. വളരെ മാതൃകാപരമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച് മാതൃക കാണിച്ച ഒരു നേതാവിനെയാണ് നമുക്ക് ഇഷ്ടമായത്. അദ്ദേഹം പ്രധാനമായി പ്രവർത്തിച്ചത് അധ്യാപന പ്രസ്ഥാനത്തിലാണ്. കരൂപ്പടന്ന വെള്ളൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുസ്തമിൽ, EV സജീവ്, MH ബഷീർ, ധർമ്മജൻ വില്ലാടത്ത്, ജോബി, റിയാസ് വെളുത്തേരി, അബ്ദുൾ അസീസ്, അനസ്, അൻസിൽ, സുഹൈൽ എന്നിവർ സംസാരിച്ചു. റോഡ് നന്നാക്കാൻ നമുക്ക് കഴിയുന്നില്ല. റോഡിൽ ഇപ്പോഴും വലിയ തോതിലുള്ള കുണ്ടും കുഴിയുമാണ്. അങ്ങനെ അടിസ്ഥാനപരമായ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ഏതാണ്ട് 10,000-ഓളം ജനങ്ങൾ താമസിക്കുന്ന ഈ ജനസാന്ദ്രതയേറിയ ഈ പ്രദേശത്തേക്കുള്ള ഏക വഴി എന്നുള്ള നിലയിൽ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ അസറ്റിലുള്ള റോഡാണ്. ഗ്രാമപഞ്ചായത്തിന് ഇതിവിടെ ഫണ്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതി വേണം. അപ്പോൾ അവർ ഫ്ലെക്സിൻ്റെ നാടകം കളിക്കുകയാണ്. 50 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു, 50 ലക്ഷം രൂപ പിന്നീട് കാണാണ്ടായി. പിന്നീട് പറഞ്ഞു 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു, ആ 10 ലക്ഷം രൂപ പിന്നീട് കാണാണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 65 ലക്ഷം രൂപ അനുവദിക്കും എന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം ആവും എന്നൊന്നും പറയുന്നില്ല. ലഹരിക്കെതിരെ DYFI മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. മാള പഞ്ചായത്ത് ഹാളിൽ നടന്ന സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ലഹരി, ആ ലഹരി എന്ന് പറയുന്നത് അത് സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറി. പണ്ട് പ്രായവ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിടികൂടപ്പെടുന്ന പ്രതികളിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ പ്രായം നോക്കിയാൽ വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സ് പൂർത്തീകരിക്കണം. പക്ഷേ ഇത്തരം കേസുകളിൽ അതിൻ്റെ പ്രയോക്താക്കളായി, അതിൻ്റെ ഗുണഭോക്താക്കളായി പിടികൂടപ്പെടുന്നവരുടെ പ്രായം കേട്ടാൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ 8 വയസ്സും 7 വയസ്സും 9 വയസ്സും മുതൽ ഇത് ഉപയോഗിച്ചു വരുന്ന ഒരു സാധ്യത നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന സത്യം കേരളത്തിലാണ്. DYFI മാള ബ്ലോക്ക് ട്രഷറർ രാഹുൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PB ബിനോയ്, ധനുഷ് പുത്തഞ്ചിറ, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെറ്റോയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. സെറ്റോയുടെ നേതൃത്വത്തിൽ നടന്ന പണിമുടക്കിൽ അധ്യാപകരും ജീവനക്കാരും കൊടുങ്ങല്ലൂരിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. യോഗം KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം CJ ധാമു ഉദ്ഘാടനം നിർവഹിച്ചു. ഷാജി നവാസ് അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാംകുമാർ KA മുഖ്യപ്രഭാഷണം നടത്തി. KX ജിൽസൺ, KT സജീവൻ, TK മുരളി, D സന്ധ്യ, ദിനേശൻ എന്നിവർ സംസാരിച്ചു. പണിമുടക്കിനോടനുബന്ധിച്ച് പ്രകടനവും നടത്തി. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ പ്രവർത്തനം 10ാം വർഷത്തിലേക്ക്. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് പടിഞ്ഞാറ് ആൽഫ ലിങ്ക് സെന്റർ പുനർജനി ഹാളിൽ നടന്ന പൊതുയോഗം കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. സെന്റർ പ്രസിഡന്റ് KA ഖദീജ ബി അധ്യക്ഷത വഹിച്ചു.
ആൽഫയുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ഏറ്റവും മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി വി രമേശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CS തിലകൻ വരവ് ചെലവ് കണക്കും നഴ്സ് ലിൻഡ മെഡിക്കൽ സർവീസ് സ്റ്റാറ്റിസ്റ്റിക്സ് അവതരിപ്പിച്ചു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KM നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോസ്മി PH നാസർ, PK മുഹമ്മദ്, PK ധർമ്മരാജ്, പ്രൊഫസർ K അജിത, ഇന്ദിര ശിവരാമൻ, NP സലിൻ, ഗീത സത്യൻ, ഫാത്തിമ എന്നിവർ സംസാരിച്ചു. ബിവറേജിൽ മദ്യം വാങ്ങാൻ വന്നവരെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശികളും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളുമായ പെരിഞ്ഞനം കുളങ്ങര വീട്ടിൽ മിൻഷാദ്, പുതിയ വീട്ടിൽ ഷാനവാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം പൊക്കിളായി ബിവറേജിൽ മദ്യം വാങ്ങാനെത്തിയ വഞ്ചിപ്പുറ സ്വദേശികളായ കണ്ണൻ, ബാബു എന്നിവരെ മിൻഷാദ്, ഷാനവാസ് എന്നിവർ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇല്ലാത്ത വായ്പയുടെ പേരിൽ ബാങ്ക് നിക്ഷേപം പിടിച്ചെടുത്തെന്ന് ആരോപണം കോണത്തുകുന്ന് കനറ ബാങ്ക് ശാഖയ്ക്കെതിരെ. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്ക് വെടിവെക്കാൻ നടപടികൾ തുടരുന്നു. വിദഗ്ധ സംഘം രാവിലെ നടത്തിയ ശ്രമം വിജയം കണ്ടില്ല. അരിയുമായി പോകുകയായിരുന്ന വാഹനത്തിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. അപകടം വടക്കൻ പറവൂർ ലേബർ കവലയ്ക്ക് സമീപം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.